ആലപ്പുഴ തിരിച്ചുപിടിച്ച് കെ.സി. വേണുഗോപാൽ എം ആരിഫിനെ 62,650 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് കെ.സി. മണ്ഡലം തിരിച്ചുപിടിച്ചത്. എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 2,90,841 വോട്ടുകൾ നേടി. ഇടത് വോട്ട് ബാങ്കിൽ നിന്ന് കാര്യമായ ചോർച്ചയുണ്ടായപ്പോൾ ഹരിപ്പാട്, കായംകുളം നിയമസഭാ മണ്ഡലങ്ങളിൽ LDF മൂന്നാം സ്ഥാനത്തായി. 2019 ശബരിമല തരംഗത്തിൽ പോലും കടപുഴകാതെ നിന്ന മണ്ഡലമാണ് ആലപ്പുഴ. LDF ഒരു തരിയായി കാത്തുസൂക്ഷിച്ച കനൽ കെ.സി. വേണുഗോപാൽ ഊതിക്കെടുത്തി. 5 തെരഞ്ഞെടുപ്പുകളിലെ എം ആരിഫിന്റെ അജയ്യത 6ാം ഊഴത്തിൽ തകർന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ KR ഗൗരിയമ്മയെ തറപ്പറ്റിച്ച് ജയിൻ കില്ലർ എന്ന് പേരെടുത്ത എം ആരിഫ് കെ.സി. വേണുഗോപാലിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. ശക്തമായ ത്രികോണ മത്സരത്തിൽ കെ.സി. വേണുഗോപാലിന്റെ വ്യക്തിപ്രഭാവത്തിന്റെയും ബന്ധങ്ങളുടെയും കരുത്തിൽ UDF അനായാസം ജയിച്ചു കയറി. 1ാം റൌണ്ടിന്റെ ആദ്യഘട്ടത്തിലൊഴികെ എല്ലാ റൌണ്ടിലും കെ.സി. വേണുഗോപാൽ വ്യക്തമായ മേധാവിത്വം നിലനിർത്തി. ലീഡ് നില പടിപടിയായി ഉയർത്തി 7ാം റൌണ്ട് പിന്നിട്ടപ്പോഴേക്കും ജയം ഉറപ്പിച്ചു. 1,00,000 കടന്ന ഭൂരിപക്ഷത്തിൽ ആധികാരിക ജയം. ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ടുപോയി കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതിന്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി. ഇന്ത്യയിലെ കോൺഗ്രസുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ്. ത്രികോണ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ലീഡ് നേടാൻ LDF സ്ഥാനാർത്ഥി എം ആരിഫിന് കഴിഞ്ഞില്ല. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ ചേർത്തല, കായംകുളം, ആലപ്പുഴ, അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ആരിഫ് പിന്നിൽ പോയി. കായംകുളത്തും ഹരിപ്പാട്ടും 3ാം സ്ഥാനത്തായി. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നുവെന്ന് ഉറപ്പിക്കാവുന്ന ജനവിധിയാണ് സംഭവിച്ചതെന്ന് വ്യക്തം. കഴിഞ്ഞ കുറെ അധികം തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച് ഉള്ള അനുഭവ പാഠം വെച്ച് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംബന്ധിച്ചുള്ള എന്റെ റീഡിംഗ്, എന്റെ വ്യക്തിപരമായ വിശകലനങ്ങളെല്ലാം പിശകായിരുന്നു, അത് തെറ്റായിരുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും. കുറെ കൂടി ജാഗ്രതയോടുകൂടിയ ഇടപെടൽ നടത്തണം എന്നാണ് ആ വോട്ടിന്റെ വർധനവ് സൂചിപ്പിക്കുന്നത്. 3ാം സ്ഥാനത്തായി പോയെങ്കിലും NDAയുടെ വോട്ട് കുത്തനെ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഏതാണ്ട് 1,00,000 വോട്ടുകളാണ് ശോഭ അധികമായി നേടിയത്. 17% BJPയുടെ വോട്ട് വിഹിതം 28%-ലേക്ക് എത്തി. കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്ന 17% വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് 28%-ലധികം ഉയർത്തി കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ടു പോകും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആലപ്പുഴയിലെ കനൽ അണയുമ്പോൾ ജില്ലയിലെ പാർട്ടിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയ പൊട്ടിത്തെറി. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർന്നതും നേതാക്കളുടെ വിയോജിപ്പുകളും തുറന്നു പരിശോധിക്കപ്പെടുമ്പോൾ ജില്ലയിലെ പാർട്ടി പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ.